ഹലോ ഫ്രണ്ട്സ്, അശ്വതി സീഡ്ലിംഗ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബ്ലാക്ക് പെറ്റൂണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്ലാക്ക് പെറ്റൂണിയുടെ സീഡ് വരുന്നത് പെല്ലറ്റഡ് സീഡാണ്. നല്ല ഭംഗിയുള്ള 3 വെറൈറ്റി കളറിൽ കിട്ടും. പ്യുവർ ബ്ലാക്ക്, ബ്ലാക്കിൻ്റെ തന്നെ കോഫി കളറ്, ബ്ലാക്കിൻ്റെ തന്നെ വയലറ്റ് ഷെയ്ഡ്, അങ്ങനെ 3 കളറിലാണ് ബ്ലാക്ക്ബെറി പെറ്റൂണിയ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ് എങ്ങനെ പാകി മുളപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം സീഡ് പെല്ലറ്റഡ് സീഡാണ്. ഇതേപോലെ ഇരിക്കും പെല്ലറ്റഡ് സീഡ്. നമ്മൾ പാവുന്നത് 1:1:1 എന്നുള്ള അനുപാതത്തിൽ മണ്ണ്, ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, ഇത് 3 ഇത്തിരി സാഫും കൂടെ ചേർത്തിട്ടാണ് പാവുന്നത്. അപ്പോൾ പെല്ലറ്റഡ് സീഡ് പാവിയതിന് ശേഷം ഞങ്ങൾ വിത്ത് അത് ഇട്ടതിന് ശേഷം ഒരു സ്പ്രെയർ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ആ പെല്ലറ്റഡ് സീഡ് അത് കുതിർന്ന് സീഡ് പുറത്ത് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ആ വിത്ത് മണ്ണുമായിട്ട് ലയിച്ച് വരണം. ലയിച്ച് വന്നതിന് ശേഷം മാത്രമേ ആ പെല്ലറ്റഡ് നല്ലതുപോലെ അലിഞ്ഞ് മാറിപ്പോകണം. അത്രയ്ക്കും വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് അതിനെ അലിയിച്ച് കളയണം. എന്നാൽ മാത്രമേ ആ വിത്ത് മുളയ്ക്കാറുള്ളൂ. പെല്ലറ്റഡ് സീഡ് ഏതൊരു പെല്ലറ്റഡ് സീഡായാലും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഞാൻ ഏകദേശം 200ഓളം സീഡ് പാവിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വിത്തുകളെല്ലാം മുളച്ച് വരുന്നതായിരിക്കും. വിത്തുകൾ മുളച്ച് 1 മാസം പ്രായമാകുമ്പോൾ ഞങ്ങൾ അതിനെ മാറ്റി നടേണ്ടതാണ്. വിത്ത് പാകിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം നനയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം ഫോഴ്സിന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് ഇതിൽ മറിഞ്ഞ് കിടപ്പുണ്ട് തൈകൾ. അങ്ങനെ തൈകൾ മറിഞ്ഞ് ചിലപ്പോൾ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഒഴിക്കാവൂ. പെറ്റൂണിയ ഞാൻ അത് പറിച്ച് നടുന്നത് ഒരു 4 ഇല 6 ഇല പ്രായമാകുമ്പോൾ അതിനെ മാറ്റി നടാക്കും. ഇങ്ങനെ കുഞ്ഞു തൈകളെയാണ് ഞാൻ മാറ്റി നടുന്നത്. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ മാറ്റി നട്ടാൽ ഒരു തൈ പോലും നമുക്ക് പാഴി പോകത്തില്ല. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് മണ്ണിലിങ്ങനെ മാറ്റി നടേണ്ടതാണ്. ഈ മാറ്റി നട്ട തൈകൾ ഒരു 2 മാസം പ്രായമാകുമ്പോഴും നമ്മൾ ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റും. ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റി ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മൂട് പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നുള്ളി കൊടുക്കും. എന്നാൽ മാത്രമേ അതിൽ ബ്രാഞ്ചസ് വരത്തുള്ളൂ. ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ അതിൽ നിറയെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിഞ്ചിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണ്ട നുള്ളി ഓരോ ബ്രാഞ്ചസിൻ്റെയും മണ്ട നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ചട്ടി ഫുള്ളായിട്ട് നിറയുന്നതാണ്. അപ്പോൾ ഈ ബ്ലാക്ക്ബെറി പെറ്റൂണിയയുടെ സീഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 10 സീഡ് 150 രൂപയും 30 രൂപ പോസ്റ്റൽ ചാർജുമാണ് റേറ്റ്. ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പെറ്റൂണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതിൻ്റെ പോട്ടിംഗ് രീതിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. ഞങ്ങളതിന് അടുത്ത വീഡിയോയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ ഗാർഡനിൽ വിരിഞ്ഞ പെറ്റൂണിയയുടെ വെറൈറ്റീസാണ്. ഇതെല്ലാം പലതും പല വെറൈറ്റി ആയിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത്. ഒരു 2-3 വെറൈറ്റീസാണ് നമുക്ക് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ളത്. ഈ ബ്ലാക്ക് പെറ്റൂണിയയുടെ കട്ടിങ്സ് നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു ബ്ലാക്ക് പെറ്റൂണിയ ചെടിയിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് കട്ടിങ്സ് പിടിപ്പിച്ച് നല്ലതുപോലെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് പെറ്റൂണിയ കട്ടിങ്സ് നന്നായിട്ട് റൂട്ട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.